ഹായ്. ഇന്ന് നമ്മളിന്നലെ വേറൊരു വീഡിയോയിൽ നമ്മൾ നെയ്റ്റിയുടെ അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നായിരുന്നു. ഒരു നെയ്റ്റിൽ നിന്ന് അളവെടുത്ത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന്, അളവെടുക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു തന്നത്. ഇനിയിപ്പോൾ നമ്മളത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് നമുക്ക് കിട്ടിയേക്കുന്നത് 53 ഇഞ്ചായിരുന്നു ലെങ്ത്ത് കിട്ടിയത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി കൂട്ടി 54.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. 54.5 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്യണം. അത് താഴെ വശത്ത് നിന്ന് നമ്മൾ നെയ്റ്റ് മുറിയാത്ത ഭാഗമാണ്. അപ്പോൾ താഴത്ത് നിന്ന് മുകളിലോട്ട്, മുറിഞ്ഞ ഭാഗത്തു നിന്ന് മുകളിലോട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഞാൻ തുണി ഇതിനു മുമ്പ് നെയ്റ്റ് കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തുണി എങ്ങനെയാണ് മടക്കേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് തുണി മടക്കിയിട്ടത് കാണിക്കാതിരുന്നത്. പിന്നീടാണ് ഞാൻ ആലോചിച്ചത്, ഇനി ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവണ്ടേ. അപ്പം നമുക്ക് ഇങ്ങനെ ഇത് നീളമാണ്, ഒരു തുണിയുടെ നീളമാണെന്ന് വിചാരിച്ചു. ആ നീളത്തിനെ ഇങ്ങനെ രണ്ടായി മടക്കി അതിനെ വീണ്ടും ഒരു ഭാഗം നാലായിട്ട് മടക്കുക. നാലായിട്ട് മടക്കുമ്പോൾ ഇവിടെ മുറിയാത്ത ഭാഗം കിട്ടും. അപ്പം അവിടെ നിന്നാണെങ്കിൽ ഈ മുറിഞ്ഞ ഭാഗത്തുനിന്ന് മുകളിലോട്ടാണ് നമ്മുടെ ലെങ്ത്ത് അടയാളപ്പെടുത്തേണ്ടത്. എത്ര ലെങ്ത്ത് വേണം, കാരണം ഈ മുറിയാത്ത ഭാഗത്ത് നമുക്ക് കൈക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്നേ കിട്ടുള്ളൂ. വേറെ നെയ്റ്റിയുടെ തുണിയിൽ കൈ കിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് മുറിയാത്ത ഭാഗം. താഴത്ത് നമുക്ക് വേണ്ട ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് അടിയിൽ 1 ഇഞ്ച് മടക്കി ഇടിക്കാനും 1/2 ഇഞ്ച് ഷോൾഡർ കൂട്ടി തയ്ക്കാനുള്ളതാണ്. അതിനാണ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ അളവ് നമുക്ക് 14ആണ്. അപ്പോൾ 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. തുണിയുടെ ചീത്ത വശത്ത് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യണം. അതല്ലെങ്കിൽ നല്ല വശത്താവുമ്പോൾ ചോക്കിൻ്റെ പാടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചീത്ത വശത്തിട്ട് മാർക്ക് ചെയ്ത് പഠിക്കണം എപ്പോഴും. 7 ഇഞ്ച് തന്നെ നമ്മൾ ഷോൾഡർ കൈക്കുഴി അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് വരുന്നത്, നമ്മൾ നെയ്റ്റിൽ നിന്നാണല്ലോ അളവെടുത്തത്, അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. തയ്യൽത്തുമ്പ് മാത്രം ആഡ് ചെയ്താൽ മതി. ചെസ്റ്റ് 22ആണ്. അപ്പോൾ അതിൻ്റെ പകുതി 11 ഇഞ്ച്. 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അതിനകത്തുനിന്ന് ഒരു ഇഞ്ച് 1.25 ഇഞ്ചൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ 1.25 ഇഞ്ചാണ് ഞാൻ നമ്മുടെ ഇവിടെ സീം അലവൻസ് മാർക്ക് ചെയ്തേക്കുന്നത്. 1.25 ഇഞ്ചാണ്. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ചിൽ ഞാനിവിടെ കൈക്കുഴി മാർക്ക് ചെയ്തു. ഈ 7ൻ്റെ പകുതി 3.25 ഇഞ്ചിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കെർവ് ചെയ്ത് കൊണ്ടുവരാണ് ഈ 1.25 ഇഞ്ചിലേക്ക്. ഇങ്ങനെ കെർവ് ചെയ്ത് കൊണ്ടതിന് ശേഷം 1/2 ഇഞ്ച് ഷോൾഡർ അടിക്കാനുള്ള മുകളിൽ മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മളെപ്പോഴും കൈ അളന്ന് നോക്കണം. 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചിലായിരിക്കും നമ്മളിവിടെ തയ്യൽത്തുമ്പ് ഇടണേ. അതിങ്ങനെ നീക്കി വെച്ചതിന് ശേഷം അളന്ന് നോക്കുക. നമുക്ക് 10.5 നമ്മുടെ കൈയുടെ വണ്ണം കിട്ടിയേക്കുന്നത്. 10.5 ഇഞ്ചാണ് നമുക്ക് കൈക്ക് വണ്ണം കിട്ടിയേക്കുന്നത്. ആ 10.5 ഉണ്ടോ എന്നുള്ളത് നമ്മൾ അളവൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ. 10.5 ഇഞ്ചാണ് കൈയുടെ വണ്ണം കിട്ടിയേക്കുന്നത്. ആ 10.5 ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ആം ഹോള് നമ്മൾ വെട്ടിയേക്കുന്നത് കറക്റ്റാണ്. ഇതിങ്ങനെ 1/2 ഇഞ്ച് വെച്ച് നമ്മൾ തയ്യൽത്തുമ്പ് നോക്കി ഇങ്ങനെ മാർക്ക് ചെയ്യണം. നമ്മൾ ഈ കൈയുടെ മുകളിൽ വരുന്ന അകത്തേക്ക് പോകുന്ന തയ്യൽത്തുമ്പ് ഇതെങ്ങനെയാണല്ലോ അടിച്ചു പോവുള്ളൂ. നമ്മളിങ്ങനെ അത് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ 10.5 ഇഞ്ചിലാണ് നമുക്ക് ഇവിടെയാണ് നമ്മുടെ 11 ഇഞ്ച് കിട്ടിയേക്കുന്നത്. അപ്പോൾ കറക്റ്റാണിത്. അതിനുശേഷം ഷേപ്പ് ലെങ്ത്ത് നമുക്ക് 16 ഇഞ്ചാണ് ഷേപ്പ് ലെങ്ത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് വേണം 16 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ. 16 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 20.5 അവിടുത്തെ വിഡ്ത്ത് കിട്ടിയേക്കുന്നത്. 20.5 എല്ലാ പീസും കറക്റ്റാണോ എന്ന് കൂടി ചെക്ക് ചെയ്തേക്കണേ. എന്തെങ്കിലും കയറിയൊക്കെ ഇരിക്കണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി.
ഇപ്പം 20-20:30 അപ്പോൾ 10:15 നമുക്കിവിടെ വേണ്ടത്. 10:15 1.25 ഇഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിവിടം വരെ വെട്ടുന്ന വരയിൽ ഇത് ചെയ്തു. താഴത്തോട്ടുള്ളത് നമ്മൾ ഷേപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അത് താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇവിടുന്നേ ഇങ്ങനെ കൊണ്ടുപോകരുത്. അപ്പം ഇവിടെ പാള പോലെ തൂങ്ങിക്കിടക്കും. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പിൻ്റെ അവിടെ നിന്ന് അതേ ലെങ്ത്തിൽ കൊണ്ടുവന്നതിന് ശേഷം കുറച്ച് താഴെയായിട്ട് മാത്രം വിരിവ് കൊടുക്കുക. കണ്ടോ, ഇവിടേക്ക് ക്രോസായിട്ട് നമ്മളിവിടേക്കൊരു വിരിവ് കൊടുത്തു. അപ്പം നമ്മുടെ ഇവിടെ ഈ 2 സൈഡിൽ ഇങ്ങനെ പാള പോലെ തൂങ്ങി നിൽക്കില്ല. ലെങ്ത്ത് തേച്ച് കഴിഞ്ഞ് കണ്ടോ, ഇവിടെ വരെ എത്തിയപ്പോഴാണ് നമ്മൾ ഈ തുമ്പത്തേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി അത് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പം നമ്മളത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ കൈ മാർക്ക് ചെയ്ത് ഇവിടെ ഈ മുറിയാത്ത ഭാഗത്തുനിന്ന് നമ്മൾ കൈ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് തിരിച്ചിട്ടതിന് ശേഷം 7.5 ഇഞ്ചാണ് കൈയുടെ ലെങ്ത്ത് കിട്ടിയിരുന്നത്. 7.5 അപ്പോൾ നമുക്ക് 1 ഇഞ്ച് മടക്കി അടിക്കാൻ. അപ്പോൾ 8.5 9 ഇഞ്ച് 9.5 ഇഞ്ചിൽ നമ്മളിവിടെ കൈ മാർക്ക് ചെയ്യുന്നുണ്ട്. 7.5 8.5 8.5 9 ഇഞ്ചിൽ കൈ മാർക്ക് ചെയ്യുന്നുണ്ട്. 1 ഇഞ്ചാണ് മടക്കി അടിക്കാനുള്ളത്. കൈ മാർക്ക് ചെയ്തു. 9.5 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ കൈ മാർക്ക് ചെയ്തേക്കുന്നത്. കാരണം ഇത് ചിലപ്പോൾ ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ചുരുടി മോഡലാണല്ലോ. നമുക്ക് മുകളിൽ 10.5 കിട്ടിയേക്കുന്നത്. അപ്പം കൈക്കുഴി ഒരു 3.5 ഇഞ്ചിൽ 3.25 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യണം. കാരണം 22 ഇഞ്ച് ചെസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു 3.25 ഉണ്ടെങ്കിൽ കുഴി മാർക്ക് ചെയ്യേണ്ടി വരും കൈയുടെ. അതിന് ശേഷം ഈ മുകളിൽ നിന്ന് 10.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അതിന് ശേഷം 1.25 തയ്യൽത്തുമ്പും കൊടുത്തു. താഴെ 7 ഇഞ്ചാണ് കൈയുടെ വണ്ണം. ആ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുത്തു. അതിന് ശേഷം ഇങ്ങനെ വരച്ചു. ഇവിടെ നമ്മൾ 1 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം നമ്മളിത് ഇതിനകത്തേക്ക് ഈ വരയിലേക്ക് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുത്തു. നമ്മളിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ഇവിടെ കൊണ്ട് ഇങ്ങനെ ഒന്ന് വളച്ച് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം കൈ വെട്ടിയെടുക്കാം. രണ്ടാമത്തെ വരയൊക്കെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വളച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കൈ വെട്ടി കഴിഞ്ഞു. ഇങ്ങനെയാണ് കൈ വെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നെയ്റ്റി വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്ത് കഴുത്ത് ഏതാണെന്ന് വെച്ചാൽ വക്രത്തിൽ അടയാളപ്പെടുത്തി വെട്ടിയെടുക്കണം. നമുക്ക് 6 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം കിട്ടിയിരുന്നത്. അപ്പം 3 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. 5.5 ഇഞ്ചാണ് നമുക്ക് കഴുത്ത് അടിച്ചേക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വക്രത്തിൽ വെട്ടുമ്പോൾ 1/2 ഇഞ്ച് നമ്മൾ മുകളിൽ ഷോൾഡർ അടിച്ച് പോകാനായിട്ടുള്ളത് കൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്തു. കഴുത്ത് മാർക്ക് ചെയ്തതിൻ്റെ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് പോവാണ് പുറമേക്ക്. ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു നമ്മളിവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തു.
താഴത്തേക്ക് ഒരു 6 ഇഞ്ച് വരെ നമ്മളിങ്ങനെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വര. ഇതാണ് ഇതിങ്ങനെ വരും. ഇതിങ്ങനെയാണ് നമ്മുടെ കഴുത്തിൻ്റെ മോഡൽ. നമുക്കിവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കോണിച്ചൊരു ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരു കോണിച്ചൊരു ഇങ്ങനെ ചെരിച്ച് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെയും വെട്ടിയെടുക്കാം. നമ്മുടെ കഴുത്തിൻ്റെ ഒരു മോഡൽ കിട്ടി. ഇനി ഇത് നമ്മളിവിടെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഴുത്തിൻ്റെ മോഡൽ വെട്ടിയത് ഇതിനകത്തൊരു പശയുള്ള വശമുണ്ട്. ഇതിൻ്റെ കണ്ടോ, ഈ വക്രത്തിലൊരു തിളങ്ങുന്ന വശമുണ്ട്. അത് അടിയിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളിങ്ങനെ നൈറ്റിയുടെ പീസിൽ, ഇത് വേറെ നൈറ്റി നമ്മൾ വെട്ടിയപ്പോൾ ഉണ്ടായ പീസാണ്. അതിനകത്ത് 2 പീസ് ജോയിൻറ്റ് ചെയ്താണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വച്ച് ഒട്ടിച്ചു കൊടുക്കണം. വച്ച് ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്.